ഗുഡ് ഡേ ടു ഓൾ. സ്പൈസി ജെണ്ണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ പുതിയതായിട്ടൊരു ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഇത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റാണ്. വീട്ടിൽ വാങ്ങി വെച്ചാൽ ചുരുങ്ങിയ ചിലവിൽ തന്നെ എങ്ങനെ നമുക്ക് നമുക്ക് വീഡിയോ കണ്ടത് അൺബോക്സ് ചെയ്തിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ചിലവർക്ക് ഇപ്പോൾ ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. ഇത് E-Gate i9 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. നമ്മൾ വീട്ടിലേക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിത് ജസ്റ്റ് സീലൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കയ്യിൽ ക്യാമറയും ഇതുമായിട്ട് കയറലും നടക്കില്ല. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു പക്ക പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ ഒരു ബോക്സ് ഇവിടെ ഉണ്ട്. ഇത് റിമോട്ടും വയേഴ്സും വാറണ്ടി കാർഡും ഒക്കെ ഉള്ളതായിരിക്കും തോന്നുന്നു. തുറന്ന് നോക്കാം. അതെ, ഡാറ്റ കേബിൾ, വയർ എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ നോക്കാം. ഒരു വാറണ്ടി കാർഡുണ്ട്. ദെൻ വന്നിട്ട് ഒരു പവർ കോഡ്, പവർ കേബിള്, പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. അടുത്ത് വന്നിട്ട് ഒരു റിമോട്ട്. ഇത് ഇത്രയാണ് ഈ ബോക്സിലുള്ളത്. നമുക്കപ്പോൾ മെയിൻ സാധനം ഇതിൻ്റെ അടിയിലാണ്. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് ഷേക്കിങ്ങൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാനപ്പോൾ 2 കൈ വെച്ച് വെളിയിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. യെസ്, അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വാങ്ങിയ പ്രൊജക്ടർ. E-Gate i9 Pro ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. മേലെ ഫോക്കസിൻ്റെ F+ഉം F- കിടക്കുന്നുണ്ട്. ഒരു പവർ ബട്ടൺ സ്വിച്ചും ഉണ്ട്. നേരെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഒരു HDMI പോർട്ടുണ്ട്, ഒരു ഹെഡ്സെറ്റ് കുത്തുന്നത്, ദെൻ ഒരു USB പോർട്ട്, ഒരു AV ജാക്ക്. ഇത് ഇത്രയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ ഒരു പവർ കേബിൾ കുത്താനുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ, നല്ല പക്കമായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റിവ്യൂസൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് E-Gate ഇപ്പോൾ ഒരു ഓഫറിൽ വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ടൊരു പൊസിഷനിൽ വെച്ചിട്ട് ഈ വാളിൽ പ്രൊജക്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വാളാകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നല്ലൊരു വിഷ്വൽ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. ബെഡിൽ കിടന്ന് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. ജസ്റ്റ് അവിടെ ഒരു കലണ്ടർ തൂക്കാനായിട്ടൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി താഴെയുള്ള ഇത് ഡോറിൻ്റെ ഒരു നോബാണ്, അത് കാണില്ല. മാക്സിമം ഈ ലെവലിലായിരിക്കും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ലൈറ്റിൻ്റെ താഴേക്ക് വെച്ചിട്ട് പ്രൊജക്ഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ പ്രൊജക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോ കാണിച്ചു തരാം. ഞാൻ അപ്പോൾ ലൈറ്റാണ് വെച്ച് ഇവിടെ ഒരു അലമാരയുണ്ട്. അലമാരയുടെ മുകളിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു 2.1 സ്പീക്കർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഓൺ ചെയ്തിട്ട് നോക്കാം. റിമോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ ഇവിടെ കുറച്ച് മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് വരുത്തിക്കുക. അപ്പോൾ ലോഡിംഗ് എഴുതി കാണിക്കുന്നുണ്ട്. അതേപോലെ ചെറിയ വെളിച്ചമുണ്ട് റൂമിൽ. ഇപ്പോൾ കർട്ടനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ചെറിയൊരു വെളിച്ചം വരുന്നുണ്ട്. രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല സൂപ്പറായിട്ട് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി സെറ്റിങ്സിൽ പോയിട്ട് ഞാനിതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റായിട്ടുള്ള വീഡിയോ എടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനിവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊസിഷൻസൊക്കെ. നമുക്ക് നേരെ സെറ്റിങ്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ഇതിൽ പോയിട്ട് പ്രൊജക്ഷൻ സെറ്റിങ്സ് ഉണ്ട്. പ്രൊജക്ഷൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് മാനുവൽ കീ സ്റ്റോൺ ഡിവൈസിൽ മാനുവൽ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സൂംഡ് ഇത് ക്വാളിറ്റിയൊക്കെ ഞാൻ 100% വെച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് ഞാൻ വലിയ സ്ക്രീനാണ് വെച്ചേക്കുന്നത്. കുറച്ച് ചെറുതായിട്ടൊരു ചരിവ് ഇതിലുണ്ട്, കുറച്ച് ഞാൻ ശരിയാക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. അതെ, ഇത് വെച്ചിട്ട് നെറ്റ്വർക്ക് ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്, എയർ ഫൈബറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്ക് അടിക്കുക. USB കണക്റ്റും ഇത് വഴി സോഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ HDMI പോർട്ട്, AV, USB ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാനപ്പോൾ നേരെ യൂട്യൂബിൽ പോയിട്ട് ഒരു സാമ്പിൾ വീഡിയോ പ്ലേ ചെയ്യാം. യൂട്യൂബ് വഴി പ്ലേ ചെയ്തപ്പോൾ ഒരു ആഡ് വന്നാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ കാണുന്നുണ്ട്. വൈറ്റ് സ്ക്രീന് നമ്മളിവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് വെളിച്ചം വരുന്നതുകൊണ്ട്
കുറച്ച് ചെറുതായിട്ടാണ്, ബ്രൈറ്റ്നസ് കുറവാണ്. ഇത് ഞാൻ മിക്കവാറും ഓഡിയോ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ കുറച്ച് മ്യൂട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ വീഡിയോ നല്ല ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ രാത്രി പ്ലേ ചെയ്താൽ കുറച്ചുകൂടെ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് ഇപ്പോൾ പ്രൊജക്ഷൻ വരുന്നത്. കറക്റ്റ് പൊസിഷനാണെന്ന് തോന്നുന്നു. നല്ല സ്പീക്കറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ. ഇതേ വീഡിയോ രാത്രി പ്ലേ ചെയ്തിട്ട് അപ്പോൾ രാത്രി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതായിരിക്കും കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ രാത്രി പ്ലേ ചെയ്ത് നോക്കാം. ചെറുതായിട്ട് ഇതിൽ പ്രൊജക്ടറിൽ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ആ ഫാൻ ഓടുന്നതിൻ്റെ ഒരു സൗണ്ടുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൊജക്ഷനൊക്കെ നല്ല ക്ലിയറായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് രാത്രിയുള്ള വ്യൂ. നല്ല ക്ലിയറായിട്ട് നല്ല ഹൈറ്റുണ്ട്. ഇതിപ്പോൾ ക്യാമറയിൽ എങ്ങനെ എത്ര ഹൈറ്റ് പറയാൻ പറ്റുന്നറിയില്ല. ഞാൻ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാം, അപ്പോൾ അറിയാം. ഇത് ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യണത്. അലമാരയുടെ നേരെ മേലെയാണ് ഞാൻ വച്ചേക്കുന്നത്. ഒരു 2.1 സ്പീക്കർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് സൗണ്ട് സിസ്റ്റമായിട്ട് അത് ഉപയോഗിക്കാമെന്ന് വെച്ചു. ഇതിൽ ഇൻബിൽട്ട് സൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സൗണ്ടുണ്ട്. നമുക്കപ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ ഇട്ടൊന്ന് നോക്കാം. ഞാനിപ്പോൾ സ്ക്രീനിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. എൻ്റെ ഏകദേശം കൈ പൊക്കി വരണ ഒരു ഹൈറ്റിനുണ്ട്. കൈ പൊക്കി തൊട്ട് കൈയുടെ അറ്റം തൊട്ട് ഒരു ഇടുപ്പിൻ്റെ ഇതുവരെ വരുന്നുണ്ട് സ്ക്രീൻ സൈസ്. എന്നാലും നല്ല HD ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. യൂട്യൂബ് ഓപ്പണായി. നെറ്റ് വൈഫൈ നല്ല സ്പീഡുള്ളതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ എല്ലാം നടക്കുന്നുണ്ട്. ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ബെഡിൽ കിടന്നുകൊണ്ട് കാണാൻ പറ്റിയ നല്ല വലിയൊരു സ്ക്രീനായിട്ട് തന്നെ നമുക്കുണ്ട്. ചെറിയ ഒരു സൗണ്ട് ഇതിൽ നിന്നുള്ളൂ. ഈ പ്രൊജക്ടറിൽ നിന്ന് അതിൻ്റെ ഫാനിൻ്റെ ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി റിമോട്ടിൻ്റെ യൂസേജ് ആയാലും എല്ലാം വന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. ഇതിൻ്റെ പിക്ചർ അലൈൻമെൻറ്റിൻ്റെ സെറ്റിങ്സ് ഇതെല്ലാം ഈ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അലൈൻ ചെയ്ത് വാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് എടുക്കാം. ഫോക്കസ് ആയാലും ഓട്ടോ ഫോക്കസ് ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റിമോട്ട് വെച്ച് തന്നെ ഫോക്കസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുടെ വീട്ടിലും താല്പര്യമുള്ളവർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ബഡ്ജറ്റിൽ കറക്റ്റായിട്ട് നല്ലൊരു ഇത് തന്നെ പ്രൊജക്ടർ തന്നെയാണ് ഇതിലുള്ളത്. വീട്ടിൽ അത്യാവശ്യം ബെഡ്റൂമിൽ തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.